വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിലെ 23ാമത്തെ നക്ഷത്രമായിട്ടുള്ള അവിട്ടം നക്ഷത്രം. ആ അവിട്ടം നക്ഷത്രത്തിൻ്റെ വിശേഷതകളും പ്രത്യേകതകളും, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ പൊതുവായിട്ടുള്ള ഗുണം, ഉയർച്ച ഇവയ്ക്ക് വേണ്ടി ഏതൊക്കെ ദേവതാ സങ്കല്പത്തെയും ഏതൊക്കെ ഗ്രഹത്തെയുമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആരാധിക്കേണ്ടത്, അവരുടെ പൊതുവായ സ്വഭാവ വിശേഷം, അവർ ഏതൊക്കെ പരിഹാരങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഗുണവും ഉയർച്ചയും സമാധാനവും ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അവിട്ടം നക്ഷത്രം മകര കുംഭരാശികളിലായിട്ട് വ്യാപിച്ചിരിക്കുന്ന ചൊവ്വയുടെ നക്ഷത്രമാണ്. ചൊവ്വയ്ക്ക് പറഞ്ഞ 3 നക്ഷത്രങ്ങളിൽ 3ാമത്തെ നക്ഷത്രമാണ്. ഇത് ശനിയുടെ രാശിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെയും ശനിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും അവിട്ടം നക്ഷത്രക്കാരിൽ ഉണ്ടാകും. രാശ്യാധിപൻ ശനി ആവുകൊണ്ട് ശനിയുടെ പ്രത്യേകതകളും ഈ രാശിക്കാർക്ക് ഉണ്ടായിരിക്കും. അവിട്ടം നാൾ 23ാമത്തെ നക്ഷത്രമാണ്. മകര കുംഭരാശികളിലായി വ്യാപിച്ചിരിക്കുന്നു. ഈ നക്ഷത്ര ജാതരുടെ പൊതുവെയുള്ള പ്രത്യേകതകൾ പറഞ്ഞാൽ അന്യരെ അതിര് കടന്ന് വിശ്വസിക്കുന്ന പ്രകൃതക്കാരാണ് അവിട്ടം നാളുകാർ. അതുകൊണ്ട് തന്നെ ചതിപറ്റും, ജീവിതത്തിൽ പരാജയം ഉണ്ടാകും. അത് തന്നെ മകര രാശി ജനിച്ചിട്ടുള്ള അവിട്ടം നാളുകാരെ സംബന്ധിച്ച് അഭിപ്രായ ദൃഢത ഉണ്ടാകും. ഏത് കാര്യത്തിനാണെങ്കിലും അവരൊരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല. കുംഭക്കുറി ജനിക്കുന്നവർക്ക് അങ്ങനെയല്ല, മനചഞ്ചലത ഉണ്ടായിരിക്കും. പിന്നെ കാര്യകുശലത, ഏത് കാര്യത്തിലും ഇടപെട്ട് മുന്നിൽ നിന്ന് അത് വളരെ ഭംഗിയാക്കാൻ, 4 പേരുടെ കൂടെ അവരുടെ യുക്തികളുമായി ചേർന്ന് എല്ലാ കാര്യവും ഭംഗിയാക്കാൻ പ്രവൃത്തി സാമർഥ്യമുള്ള നക്ഷത്രക്കാരാണിവർ. അറിവുള്ള കാര്യം, തനിക്ക് എന്തറിയാമോ അത് മറ്റുള്ളവരോട് പറയാനും പറഞ്ഞ് ഫലിപ്പിക്കാനും കഴിവുള്ളവരാണിവർ. സംഘടനാബോധം, 10 പേര് കൂടുന്നെടുത്ത് സംഘടിപ്പിച്ച് ആ കാര്യം വളരെ ഭംഗിയാക്കാൻ യുക്തിയുള്ളവരും കഴിവുള്ളവരുമാണിവർ. സ്വന്തം ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളിലും ആത്മീയപരമായ കാര്യങ്ങളിലും സ്വന്തം പാരമ്പര്യത്തിലും നല്ല വിശ്വാസവും ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരും അതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നവരും ആയിരിക്കും ഈ നാളുകാർ. അതുപോലെ അവർക്ക് തൻ്റെ കഴിവിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കും. അന്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവനവൻ്റെ കഴിവ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും തൻ്റെ കഴിവിൽ വിശ്വാസമുള്ളവരായിരിക്കും. അന്യരെ പരിധി വിട്ട് ആശ്രയിക്കില്ല. സ്വന്തം കഴിവ് കൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തി വിജയിക്കും. അതുപോലെ അവർ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് വലിയ ശ്രദ്ധയൊന്നും ഉള്ളവരായിരിക്കത്തില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആരോഗ്യപരമായ ക്ലേശങ്ങളോ വീഴ്ചകളോ വന്നാൽ മാത്രമേ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ചു കൊണ്ടുള്ള ഒരു ജീവിത ശൈലി ഉള്ളവരാണ് ഈ അവിട്ടം നാളുകാർ. അതുപോലെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് ഏറ്റെടുക്കുന്നവരോ ഏറ്റെടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നവരോ ആയിരിക്കും. അതുപോലെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് മനോവിഷമം അനുഭവിക്കുന്നവരുമായിരിക്കും അവിട്ടം നാളുകാർ പൊതുവെ. കുടുംബജീവിതത്തിലും കുടുംബത്തിനകത്തും ഒരുപാട് ദുഃഖങ്ങളും ക്ലേശങ്ങളും തടസ്സങ്ങളും അനുഭവിക്കാൻ യോഗ്യപ്പെട്ടവരാണ് ഇവർ. പല വിഷയത്തിലുമുള്ള അറിവ്, ഒരേ സമയം തന്നെ ഒന്നിലധികം കാര്യങ്ങൾ ഇടപെടാനും ഒന്നിലധികം കാര്യങ്ങളിൽ ഇടപെട്ട് അത് വിജയിപ്പിക്കുവാനും ഒന്നിലധികം കാര്യങ്ങളെ മനസ്സിലാക്കുവാനും ഉള്ളൊരു കഴിവുള്ളവരാണിവർ. അതുപോലെ അഭിമാനബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അഭിമാനക്കുറവുള്ള വിഷയങ്ങളിൽ ഇടപെടില്ല, മാറി നിൽക്കും. അന്യരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും മനഃപൂർവ്വമായിട്ടാണെങ്കിലും മാറി നിൽക്കും അവർ. ശത്രുക്കളോടുള്ള പക സന്ദർഭം കണ്ടെത്തി പക വീട്ടും, ശത്രുക്കളുടെ പക വീട്ടും അവർ. ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്ന വ്യക്തികളെ അവർ മറക്കില്ല. ഓർത്തു വെച്ച് സന്ദർഭം നോക്കി മറുപടി കൊടുക്കും ശത്രുക്കൾക്ക്. അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരാണിവർ. മകരകുംഭരാശികൾ കാലപുരുഷന്റെ മുട്ട്, കാലിൻ്റെ മുട്ട്, അതിന് താഴെയുള്ള ഭാഗങ്ങളെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും കാൽമുട്ടും കാൽമുട്ടിന് താഴെയുള്ള ഭാഗങ്ങളിലുള്ള അസുഖങ്ങൾ സൂക്ഷിക്കുക. ആ ഭാഗത്തുള്ള ക്ലേശങ്ങൾ അധികമായിട്ട് വരേണ്ട യോഗ്യതയും അവർക്കുണ്ട്. ശനിയുടെ രാശിയിൽ ആയതുകൊണ്ട് തന്നെ വായുജന്യമായ രോഗങ്ങളും വാതജന്യമായ രോഗങ്ങളും ഇവർക്കുണ്ടാകേണ്ട സാധ്യതയുണ്ട്. ചൊവ്വയുടെ രാശിയിലാണ് ഇവർ ജനിച്ചത്. ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ള ചടുലത, പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള കഴിവ്, ദൃഢത, അഭിപ്രായ ദൃഢത, ഇതൊക്കെ ഉണ്ടായിരിക്കും. പൊതുവെ അവിട്ടം നാളുകാർ ശനിയുടെ രാശിയിലാണ് ജനിച്ചത് എന്നുള്ളത് കൊണ്ട് എല്ലാ കാലവും ശനിയെ ആരാധിക്കുക, ശനിഗ്രഹത്തെ ആരാധിക്കുക. നവഗ്രഹങ്ങളിൽ ശനിക്ക് വിശേഷമായ പൂജകൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക. അതവർക്ക് എല്ലാ കാലവും ബാല്യ കൗമാര യൗവന കാലങ്ങളിലെല്ലാം തന്നെ ഗുണം നൽകുന്നതാണ്. അതവർക്ക് ഉയർച്ചയും നൽകുന്നതാണ്. ശനിപ്രീതി വരുത്തുക എന്നുള്ള കാര്യം. സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതും ഉയർച്ചയാണ്, ഗുണമാണ്.
ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ നക്ഷത്ര ജാതരെയാണ് അവരുടെ പൊതുവായിട്ടുള്ള പ്രവൃത്തി മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്ര ദിനങ്ങളാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അവർ ജനിച്ചതിൻ്റെ 3ാമത്തെ നക്ഷത്രമായിട്ടുള്ള പൂരുരുട്ടാതി, 5ാമത്തെ നാളായിട്ടുള്ള രേവതി, 7ാമത്തെ നാളായിട്ടുള്ള ഭരണി. അങ്ങനെ പൂരുരുട്ടാതി, രേവതി, ഭരണി തുടങ്ങിയ 3 നക്ഷത്ര ദിനങ്ങളും അവിട്ടം നാളുകാർ അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങൾ ആ ദിവസങ്ങളിൽ നടത്തരുത്, ഒഴിവാക്കുക. അതുപോലെ ഈ പറഞ്ഞ 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടും പൂരുരുട്ടാതി, രേവതി, ഭരണി തുടങ്ങിയ 3 നാളിലും ജനിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 നാളുകൾ ജനിച്ച ആൾക്കാരുമായുള്ള സൗഹൃദങ്ങളും ബിസിനസ്സോ കൂട്ടു ബിസിനസ്സോ ഒക്കെ ഒഴിവാക്കുന്നതും നല്ലതാണ്. സ്ത്രീകളാണെങ്കിൽ ഈ പറഞ്ഞ 3 നാളിലും ജനിച്ച വ്യക്തികളുമായിട്ടുള്ള വിവാഹ ജീവിതം ഒഴിവാക്കുക. പുരുഷന്മാർക്ക് ഈ പറഞ്ഞ 3 നാളിലും ജനിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള വിവാഹബന്ധം ഒഴിവാക്കണമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നില്ല. ജാതക വിശകലനത്തിലൂടെ മാത്രം ആ ഒരു തീരുമാനത്തിലെത്തുക. ഇനി ഒഴിവാക്കാൻ പറഞ്ഞ ഈ 3 നക്ഷത്ര ജാതർ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് കരുതണ്ട. രക്തബന്ധം അത് രക്തബന്ധം തന്നെയാണ്. അതിനകത്തൊരു ശത്രുതാഭാവമൊന്നും കൽപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ നിയമം ബാധകമായിട്ടും കരുതേണ്ട ആവശ്യമില്ല. ഇനി ഈ അവിട്ടം നാളുകാർ ജനിക്കുന്നത് ചൊവ്വയുടെ ദശയിലാണ് ജനിക്കുന്നത്. 7 വർഷമാണ്. പക്ഷെ അർദ്ധാംശം വെച്ച് അത്രയും തന്നെ കിട്ടണമെന്നില്ല. 3 വയസ്സ് 4 വയസ്സിനുള്ളിൽ ആ ചൊവ്വാദശ തുടങ്ങി തീരുന്നതാണ്. ആ കാലഘട്ടത്തിൽ അവർ സ്ഥിരമായിട്ട് ബാലാരിഷ്ടത പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശാസ്താപ്രീതിയാണ് വേണ്ടത്. ശാസ്താവിനെ സ്ഥിരമായിട്ട് തൊഴുക. അതുപോലെ ശിവന് ആയുസ്സൂക്ത ഹോമം നടത്തുന്നതും നല്ലതാണ്. ആയുസ്സൂക്ത പുഷ്പാഞ്ജലി ചെയ്യാം, ഹോമാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല. 3 വയസ്സ് വരെയും അവരത് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. ആയുസ്സിനും ആരോഗ്യത്തിനും ബാലാരിഷ്ടതയ്ക്കും വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ഈ പറഞ്ഞ 3-4 വയസ്സിന് ശേഷം 21-22 വയസ്സ് വരെയും രാഹുദശയാണ് അവർ അനുഭവിക്കുന്നത്. പൊതുവേ അവിട്ടം നാളുകാർക്ക് രാഹുദശ നല്ലതല്ല. 23 വയസ്സ് വരെയും വീഴ്ച, താഴ്ച, ക്ലേശം, മനസ്സംഘർഷം, നല്ലതല്ലാത്ത കാര്യങ്ങളിലും സൗഹൃദങ്ങളിലും ഇടപെട്ട് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുക. വിദ്യാകാര്യങ്ങളിൽ വീഴ്ച, താഴ്ച ഉണ്ടാവുക, ശ്രദ്ധ കുറയുക, സൗഹൃദങ്ങൾ മുഖാന്തരം മനക്ലേശം ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കാൻ യോഗ്യതയുണ്ട്. രാഹു ഒരു തമോഗ്രഹമാണ്. ആ കാലഘട്ടത്തിൽ അവർക്ക് ഗുണം നൽകത്തില്ല ആ രാഹുവിൻ്റെ ദോഷം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ 20-21 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഗുണം ലഭിക്കുന്നതിനും നല്ല സ്വഭാവം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത് നവഗ്രഹ പൂജ ചെയ്യുക, നവഗ്രഹ പ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, സർപ്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ സ്ഥിരമായി പോയി തൊഴുക. ഇതാണ് അവർ ചെയ്യേണ്ടത്. ആ 21-22 വയസ്സിന് ശേഷമുള്ള 16 വർഷത്തോളം വ്യാഴദശയാണ്. ആ വ്യാഴദശ വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിനെ തൊഴുക, വിഷ്ണുപൂജ നടത്തുക. മഹാവിഷ്ണുവിന് പ്രത്യേകിച്ചും ലക്ഷ്മി നാരായണ പൂജ നടത്തുക. കാര്യം 20 വയസ്സിന് ശേഷം 20-21 വയസ്സിന് ശേഷമുള്ള 36-37 വയസ്സ് വരെയും അവരുടെ ജീവിതത്തിലെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങളും അതുപോലെ ദാമ്പത്യ സൗഖ്യതയും സന്താനാദി ഗുണങ്ങളും കർമ്മത്തിലെ ഗുണവും ഉയർച്ചയൊക്കെ ലഭിക്കേണ്ടതാണ്. ആ കാലഘട്ടത്തിൽ അവിട്ടം നാളുകാർ സ്ഥിരമായിട്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക, വിഷ്ണുവിനെ ഭജിക്കുക, പുരുഷസൂക്താദി മന്ത്രങ്ങൾ ജപിച്ചുള്ള അർച്ചന വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ചെയ്യുക. അത് കർമ്മത്തിന്, പ്രവൃത്തിക്ക്, അതുപോലെ സന്താനങ്ങളുടെ ഗുണങ്ങൾക്കും നല്ലതായിരിക്കും. 37 വയസ്സിന് ശേഷമുള്ള 19 വർഷത്തോളം 56-57 വയസ്സ് വരെയൊക്കെ പറയാം ശനിയുടെ ദശയാണ്. ശനി ശാകാലത്ത് ശിവനെയാണ് ഭജിക്കേണ്ടത്. ശാരീരികമായിട്ട് അത്ര ഗുണം വരണമെന്നില്ല. ഉദരത്തെ ബാധിക്കുന്ന ദുരിതക്ലേശങ്ങളോ കാലിനെ ബാധിക്കുന്ന രോഗങ്ങളോ ഒക്കെ വരാം. അതുപോലെ തൻ്റെ സ്ത്രീയാണെങ്കിൽ ഭർത്താവിനും, പുരുഷനാണെങ്കിൽ ഭാര്യയ്ക്കും ചില ക്ലേശങ്ങളോ ദുരിതങ്ങളോ ഒക്കെ വരാം. അങ്ങനെയുള്ള ദുരിതങ്ങളും വീഴ്ചകളും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കാൻ വേണ്ടി ശിവനെ ആരാധിക്കുക. മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുള്ള അർച്ചന നടത്തിയും മൃത്യുഞ്ജയ ഹോമം നടത്തിയും ശിവനെ സ്ഥിരമായിട്ട് ആരാധിക്കുന്നത് അവിട്ടം നാളുകാർക്ക് 37 വയസ്സിന് ശേഷമുള്ള 19 വർഷം ഗുണം നൽകും. അതിനുശേഷം 57-58 വയസ്സിന് ശേഷം ബുധന്റെ ദശയാണ്. സ്ഥിരമായി കൃഷ്ണനെ ഭജിക്കുക. അവതാരമൂർത്തിയായിട്ടുള്ള കൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹമൂർത്തി തുടങ്ങിയുള്ള അവതാര ദേവതകളെയാണ് അവർ ആരാധിക്കേണ്ടത്. അഷ്ടോത്തരാർച്ചനാദി കാര്യങ്ങളൊക്കെ നടത്തി ഭജിക്കാം. കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ ധന്വന്തരി മന്ത്രാർച്ചന നടത്തി ഭജിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരീരസൗഖ്യതയ്ക്ക് ഗുണം നൽകും. അവിട്ടം നാളുമായി ബന്ധപ്പെട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.